2024 ജൂൺ 17 തിങ്കൾ. ഇന്ന് 1199 മിഥുനം 3. വാർത്തകൾ വായിക്കുന്നത് ജി രവി. ബാബരി മസ്ജിദ് പാഠപുസ്തകത്തിൽ നിന്ന് വെട്ടി വെറും നിർമ്മിതി എന്ന് പാഠം. 3 താഴികക്കുടമുള്ള നിർമ്മിതി എന്ന പരാമർശം 12ാം ക്ലാസ് NCERT പാഠപുസ്തകത്തിൽ. NCERTയുടെ പരിഷ്കരിച്ച പാഠപുസ്തകത്തിൽ അയോധ്യയിലെ ബാബരി മസ്ജിദ് എന്ന പേര് തന്നെ ഒഴിവാക്കി 3 താഴികക്കുടമുള്ള നിർമ്മിതി എന്നാണ് പരാമർശിച്ചിരിക്കുന്നത്. BJPയുടെ രഥയാത്ര, ബാബരി മസ്ജിദ് തകർത്തതിൽ കർസേവകരുടെ പങ്ക്, തുടർന്നുണ്ടായ വർഗീയ കലാപം, UPയിലെ രാഷ്ട്രപതി ഭരണം, സംഭവത്തിൽ BJP നടത്തിയ ഖേദപ്രകടനം തുടങ്ങിയവയാണ് 12ാം ക്ലാസ്സിലെ പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കിയത്. ബാബരി മസ്ജിദ് തകർത്ത സംഭവം മുൻപ് 4 പേജുകളിലായി വിവരിച്ചിരുന്നത് പുതിയതിൽ 2ആയി കുറഞ്ഞു. ബാബരി മസ്ജിദ് 16ാം നൂറ്റാണ്ടിൽ മുഗൾ ചക്രവർത്തിയായ ബാബറിൻ്റെ ജനറൽ മിർ ബാഖി നിർമ്മിച്ച മസ്ജിദാണെന്നായിരുന്നു പഴയ പാഠപുസ്തകത്തിൽ പറഞ്ഞിരുന്നത്. രാമൻ്റെ ജന്മസ്ഥലത്ത് 3 താഴികക്കുടമുള്ള കെട്ടിടം 1528 നിർമ്മിക്കപ്പെട്ടുവെന്നും എന്നാൽ ഉള്ളിലും പുറത്തും ഹിന്ദു ചിഹ്നങ്ങളും അവശിഷ്ടങ്ങളും ദൃശ്യമായിരുന്നുവെന്നും പുതിയ പുസ്തകത്തിൽ പറയുന്നു. അയോധ്യ കേസിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിയും പാഠപുസ്തകത്തിൽ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. ചരിത്രരേഖകളുടെയും പര്യവേഷണങ്ങളിലൂടെ കണ്ടെത്തിയ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് പ്രശ്നം പരിഹരിക്കപ്പെട്ടതെന്ന് സുപ്രീം കോടതി വിധി സമൂഹം വലിയ രീതിയിൽ സ്വീകരിച്ചുവെന്നും പുസ്തകത്തിലുണ്ട്. വളരെ വൈകാരികമായ വിഷയത്തിൽ എങ്ങനെയാണ് അഭിപ്രായ സമന്വയത്തിലെത്തേണ്ടത് എന്നതിൻ്റെ മികച്ച ഉദാഹരണമാണ് ഇതെന്ന് പാഠത്തിൽ പറയുന്നു. 2002 ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ നേരത്തെ 11ാം ക്ലാസ് പാഠപുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. സാമ്പത്തിക സംവരണം കേന്ദ്ര മാനദണ്ഡം വിനയാകുന്നു. പുരയിടം 4 സെന്റിൽ കൂടിയാൽ സംവരണമില്ല. കേന്ദ്ര മാനദണ്ഡ പ്രകാരം പുരയിടം കണക്കാക്കുന്നതിൽ അവ്യക്തത. മുന്നാക്കക്കാരിലെ പിന്നാക്കക്കാർക്കുള്ള സംവരണത്തിന് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച മാനദണ്ഡം കേരളത്തിലെ അപേക്ഷകർക്ക് വിനയാകുന്നു. പുരയിടം 4 സെന്റിൽ കൂടരുത് എന്ന നിബന്ധനയാണ് തടസ്സമാകുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ മാനദണ്ഡ പ്രകാരം ആനുകൂല്യം ലഭിക്കുന്നവർക്കും കേന്ദ്ര മാനദണ്ഡമനുസരിച്ച് സംവരണം നിഷേധിക്കപ്പെടുകയാണ്. കേന്ദ്ര സർക്കാർ ജോലിക്കും കേന്ദ്ര സർവകലാശാലകളിൽ ഉൾപ്പെടെയുള്ള ഉന്നത വിദ്യാഭ്യാസത്തിനും അപേക്ഷയോടൊപ്പം നൽകേണ്ട EWS അതായത് ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കാനാണ് കേരളത്തിൽ പ്രയാസം. സംസ്ഥാന സർക്കാർ സംവരണത്തിന് വില്ലേജ് ഓഫീസറും കേന്ദ്ര സംവരണത്തിന് തഹസിൽദാരുമാണ് സർട്ടിഫിക്കറ്റ് അനുവദിക്കേണ്ടത്. സംസ്ഥാനത്ത് സ്ഥിരതാമസമായിരിക്കണം. പിന്നാക്ക സമുദായത്തിൽ അതായത് SC ST OBC ഉൾപ്പെട്ടവരായിരിക്കരുത്. വാർഷിക വരുമാനം 8 ലക്ഷം രൂപയിൽ കവിയരുത്. കൃഷിസ്ഥലം 5 ഏക്കറിൽ കൂടരുത്. വീട് 1000 ചതുരശ്ര അടിയിൽ അധികമാകരുത് എന്നിവയാണ് സംവരണത്തിനുള്ള പൊതുവായ മാനദണ്ഡം. എന്നാൽ കേന്ദ്ര മാനദണ്ഡത്തിൽ ഹൗസ് പ്ലോട്ട് അതായത് പുരയിടം 4 സെന്റിൽ അധികമാകരുത്. വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എത്രയാണോ അത് പുരയിടമായി കണക്കാക്കിയാണ് കേരളത്തിൽ നികുതി സ്വീകരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ പൊതുവെ വീടുകൾ ഒരിടത്തും കൃഷിസ്ഥലം മറ്റെവിടെയെങ്കിലും ആയിരിക്കും. അത്തരം സ്ഥലങ്ങളിൽ വീട് 4 സെന്റിലോ അതിൽ കുറഞ്ഞ സ്ഥലത്തോ ആയിരിക്കുകയും ചെയ്യും. കേരളത്തിലാകട്ടെ വീടിനോട് ചേർന്ന് കരഭൂമി 4 സെന്റായാലും 5 ഏക്കറായാലും അത് പുരയിടത്തിൻ്റെ നിർവചനത്തിൽ വരും. ജോലിക്കും ഉന്നത വിദ്യാഭ്യാസത്തിനുമുള്ള സംവരണ ആനുകൂല്യമാണ് കേന്ദ്ര മാനദണ്ഡം മൂലം മുടങ്ങുന്നത്. ഹൗസ് പ്ലോട്ട് എത്രയാണെന്ന് കണക്കാക്കാൻ വീടിൻ്റെ നികുതി രസീതിൽ നിന്ന് വീടിൻ്റെ വിസ്തൃതി മനസ്സിലാക്കാവുന്നതേയുള്ളൂ എന്ന് ഉദ്യോഗാർത്ഥികൾ ചൂണ്ടിക്കാട്ടുന്നു. മാനദണ്ഡത്തിൽ വ്യക്തത വരുത്തി സർട്ടിഫിക്കറ്റ് വിതരണം സുഗമമാക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു. പ്ലാച്ചിമട കൊക്കക്കോള ഭൂമി സർക്കാരിന് കൈമാറി. നഷ്ടത്തിന് പരിഹാരമില്ല. പ്ലാച്ചിമടയിൽ കൊക്കക്കോളയുടെ ഫാക്ടറി കെട്ടിടം ഉൾപ്പെടെ 36.7 ഏക്കർ ഭൂമി സംസ്ഥാന സർക്കാരിന് കൈമാറി. ഇന്നലെ ഫാക്ടറിയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി K കൃഷ്ണൻകുട്ടി, RDO S ശ്രീജിത്ത്, പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ രേഖകൾ കൈമാറി. ആദിവാസികൾക്കും കർഷകർക്കും വരുമാനവും ശുദ്ധജലവും ഉറപ്പാക്കുന്ന പദ്ധതി നടപ്പിലാക്കണമെന്ന ഉപാധിയോടെയാണ് സ്ഥലം സൗജന്യമായി കൈമാറിയത്. ഭൂമി റവന്യൂ വകുപ്പിൻ്റെ രേഖകളിലായതോടെ ഇനി സർക്കാരാണ് എന്തു പദ്ധതി നടപ്പാക്കണമെന്ന് തീരുമാനിക്കേണ്ടത്. കർഷക കമ്പനി അതായത് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ഉൾപ്പെടെയുള്ള പദ്ധതികൾ ആലോചനയിലുണ്ട്.
കെ നായനാർ മുഖ്യമന്ത്രിയായിരിക്കെ 2000-ലാണ് പ്ലാച്ചിമടയിൽ കൊക്കക്കോള ഫാക്ടറി പ്രവർത്തനം ആരംഭിച്ചത്. സംസ്ഥാനത്തേക്ക് കൂടുതൽ വിദേശ നിക്ഷേപം എത്തിച്ച് തൊഴിലവസരങ്ങളും വികസനവും ഉറപ്പാക്കാൻ സർക്കാർ ക്ഷണമനുസരിച്ചായിരുന്നു കമ്പനിയുടെ വരവ്. എന്നാൽ ഫാക്ടറി ആരംഭിച്ച് അധികം വൈകാതെ പ്രദേശത്ത് പരിസ്ഥിതി പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങി. 2002 ഏപ്രിൽ 22-ന് ആരംഭിച്ച ജനകീയ സമരം ദേശീയ തലത്തിൽ ചർച്ചയായിരുന്നു. വർഷങ്ങൾ നീണ്ട സമരവും നിയമ പോരാട്ടവും ഫാക്ടറി അടച്ചുപൂട്ടുന്നതിലാണ് അവസാനിച്ചത്. നീറ്റ് തട്ടിപ്പ് സ്ഥിരീകരിച്ച് കേന്ദ്രമന്ത്രി. ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ 2 സ്ഥലങ്ങളിൽ ക്രമക്കേട് നടന്നതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സ്ഥിരീകരിച്ചു. നീറ്റ് ഫലം വന്ന ശേഷം രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി ആരോപണങ്ങൾ ഉയർന്നിരുന്നുവെങ്കിലും ഇതുവരെ കേന്ദ്ര സർക്കാരും ദേശീയ പരീക്ഷാ ഏജൻസിയും അവ തള്ളിക്കളയുകയായിരുന്നു. 2 സ്ഥലങ്ങളിൽ ക്രമക്കേട് കണ്ടെത്തി സുപ്രീം കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് 1563 പേർക്ക് പുനഃപരീക്ഷ നടത്താൻ നടപടി ആരംഭിച്ചിട്ടുണ്ട്. ഒഡീഷയിൽ മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഏതൊക്കെ സ്ഥലത്താണ് ക്രമക്കേടെന്ന് മന്ത്രി വ്യക്തമാക്കിയില്ല. കേന്ദ്രമന്ത്രിയുടെ പ്രതികരണത്തോടെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധം ശക്തമാക്കി. സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണമെന്ന ആവശ്യം കോൺഗ്രസ് വീണ്ടും ആവർത്തിച്ചു. അതേസമയം നീറ്റ് പരീക്ഷയിൽ ചോദ്യക്കടലാസ് ചോർച്ചയിൽ അന്വേഷണം നടത്തുന്ന ബീഹാർ ഇക്കണോമിക് ഒഫൻസ് യൂണിറ്റ് 9 വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. ചോദ്യക്കടലാസിന് 30 ലക്ഷം രൂപ വരെ വിദ്യാർത്ഥികൾ നൽകിയെന്നാണ് വിവരം. 6 ചെക്കുകൾ EOU കണ്ടെത്തിയിരുന്നു. UP, മഹാരാഷ്ട്ര, ബീഹാർ സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. നേരത്തെ കേസുമായി ബന്ധപ്പെട്ട് 4 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 13 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്ന 9 പേർക്കും പരീക്ഷയുടെ തലേന്ന് പാറ്റ്നയിലെ രഹസ്യ കേന്ദ്രത്തിൽ നിന്ന് ചോദ്യക്കടലാസ് ലഭിച്ചെന്നാണ് സൂചന. ഇവർ നൽകിയ ചെക്കാണ് അറസ്റ്റിലായവരിൽ നിന്ന് കണ്ടെത്തിയത്. എന്തും ഹാക്ക് ചെയ്യാം, EVMനെ സംശയിച്ച് ഇലോൺ മസ്കും. മസ്കിന് ശരിവെച്ച രാഹുൽ ഗാന്ധി എതിർത്ത് രാജീവ് ചന്ദ്രശേഖർ. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ അതായത് EVM ഉപേക്ഷിക്കണമെന്ന ഇലോൺ മസ്കിൻ്റെ പോസ്റ്റ് വോട്ടിംഗ് യന്ത്രത്തെ ചൊല്ലി വീണ്ടും ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചു. പ്യൂർട്ടോറിക്കയിൽ വോട്ടിംഗ് യന്ത്രങ്ങളിൽ തിരിമറി നടന്നുവെന്ന വാർത്ത പങ്കുവച്ച് റോബർട്ട് F. കെനഡി ജൂനിയറിൻ്റെ പോസ്റ്റിനോടായിരുന്നു സമൂഹമാധ്യമമായ എക്സിലൂടെ മസ്കിൻ്റെ പ്രതികരണം. യന്ത്രം ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മസ്കിൻ്റെ പോസ്റ്റ് രാഹുൽ ഗാന്ധി തൻ്റെ എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ചു. EVMകൾ സുതാര്യതയില്ലാത്ത ബ്ലാക്ക് ബോക്സുകളാണെന്ന് രാഹുൽ ഗാന്ധി കുറിച്ചു. EVMകൾ പരിശോധിക്കാൻ ആരും അനുവദിക്കുന്നില്ല. തിരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് ഗൗരവതരമായ ആശങ്കകളാണ് ഉയരുന്നതെന്നും പോസ്റ്റിലുണ്ട്. മസ്കിൻ്റെ പോസ്റ്റിനെതിരെ മുൻ കേന്ദ്ര സഹമന്ത്രി BJP നേതാവുമായ രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തി. സാമാന്യവൽക്കരിക്കുന്ന പ്രസ്താവനയാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. മസ്ക് പറഞ്ഞ കാര്യങ്ങൾ ഇൻ്റർനെറ്റ് ബന്ധിതമായ മെഷീനുകൾ ഉപയോഗിക്കുന്ന US-ൽ ബാധകമായിരിക്കാം. ഇന്ത്യയിലെ യന്ത്രങ്ങൾ ഒരു ശൃംഖലയുമായും ബന്ധിതമല്ല. യന്ത്രത്തിലെ ചിപ്പുകൾ വീണ്ടും പ്രോഗ്രാം ചെയ്യാനും കഴിയില്ല. EVM നിർമ്മാണത്തിൽ മസ്കിന് പരിശീലനം നൽകാൻ തയ്യാറാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. എന്തും ഹാക്ക് ചെയ്യാം എന്ന ഒറ്റവരി മറുപടിയാണ് മസ്ക് ഇതിന് നൽകിയത്. സാങ്കേതികമായി ഇത് ശരിയാണെങ്കിലും അത് മറ്റൊരു വിഷയമാണെന്ന് രാജീവ് പറഞ്ഞു. ബാലറ്റ് പേപ്പറിനേക്കാൾ EVM സുരക്ഷിതവും വിശ്വാസയോഗ്യവുമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോഴിക്കോട് ഉൾപ്പെടെ മഴ. ഇന്ന് 6 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. സംസ്ഥാനത്ത് നാളെ വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്നും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കേരള, തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് രാത്രി വരെ ഉയർന്ന തിരക്ക് സാധ്യതയുണ്ട്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് ഇന്ന് മത്സ്യബന്ധനത്തിന് പോകുന്നതിന് തടസ്സമില്ല. ശുഭദിനം. നന്ദി.